Transcription. The process of copying genetic information from one strand of the DNA into RNA. അതായത് ഒരു DNA സ്ട്രാൻഡിൽ നിന്ന് RNA ആയിട്ട് ജനറ്റിക് ഇൻഫോർമേഷൻ കോപ്പി ചെയ്യുന്നതിനെ നമ്മൾ പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഇനി ഈ ട്രാൻസ്ക്രിപ്ഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ റെപ്ലിക്കേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞു രണ്ട് സ്ട്രാൻഡിലേക്കും ജനറ്റിക് ഇൻഫോർമേഷൻ കോപ്പി ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രാൻസ്ക്രിപ്ഷന്റെ കേസിൽ ഓൺലി സിംഗിൾ സ്ട്രാൻഡ് ഓഫ് DNA ഗെറ്റ്സ് കോപ്പീഡ്. അവിടെ ഇപ്പോൾ നമ്മൾ റെപ്ലിക്കേഷൻ പഠിച്ചപ്പോൾ എങ്ങനെയാ പറഞ്ഞേ, ഇങ്ങനെയാണ് റെപ്ലിക്കേഷൻ ഫോർക്കെങ്കിൽ ഇവിടെ രണ്ടിടത്തും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുതിയ DNA സ്ട്രാൻഡ് കോപ്പി ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രാൻസ്ക്രിപ്ഷന്റെ കേസ് പറയുമ്പോൾ എങ്ങനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എങ്കിൽ ഒരു സ്ട്രാൻഡ് DNA മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കോപ്പി ചെയ്യുന്നുള്ളൂ. ഈ ഒരു സ്ട്രാൻഡ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കോപ്പി ചെയ്യുന്നുള്ളൂ. മറ്റേ സ്ട്രാൻഡ് എന്ത് ചെയ്യുന്നില്ല, കോപ്പി ചെയ്യുന്നില്ല. അപ്പോൾ ഒരു സ്ട്രാൻഡ് മാത്രം, ഓൺലി സിംഗിൾ സ്ട്രാൻഡ് ഓഫ് DNA ഗെറ്റ്സ് കോപ്പീഡ്. ഇനി ദ പ്രിൻസിപ്പിൾ ഓഫ് കോംപ്ലിമെന്റാരിറ്റി ഗവേൺസ് ദ പ്രോസസ്. അതായത് സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാ പറയുക, റെപ്ലിക്കേഷന്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ് കോപ്പി ചെയ്യുന്നത്, ഇവിടെ അഡെനിനാണെങ്കിൽ പുതിയത് വരുന്ന ആ ഒരു സ്ട്രാൻഡിൽ തൈമിനായിരിക്കും. ഇനി ഇവിടെ ഗുവാനിനാണെങ്കിൽ പുതിയ വരുന്ന സ്ട്രാൻഡിൽ സൈറ്റോസിനായിരിക്കും. ഇതുപോലെ തന്നെ ഇവിടെ അഡെനിനാണെങ്കിൽ ഇവിടെ പുതിയൊരു സ്ട്രാൻഡ് ഫോം ചെയ്യുമ്പോൾ അവിടെ വരുന്നത് എന്താണ്, യുറാസിലാണ്. കാരണം എന്താ, ഇത് RNA ആയിട്ടാണ് കോപ്പി ചെയ്യുന്നത്. RNAയിൽ തൈമിനില്ല. ഇനി ഇവിടെ തൈമിനാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഇവിടെ അഡെനിനായിരിക്കും. ഇനി ഇവിടെ ഗുവാനിനാണെങ്കിൽ ഇവിടെ സൈറ്റോസിനായിരിക്കും. ഇവിടെ സൈറ്റോസിനാണെങ്കിൽ ഇവിടെ ഗുവാനിനായിരിക്കും. ആകെ ഒരു വ്യത്യാസം വരുന്ന എന്താണ്, ട്രാൻസ്ക്രിപ്ഷനിൽ അഡെനിൻ ഇല്ല, പകരം ആരാ ഉള്ളത്, അഡെനിൻ ആബ്സെന്റ് ആണ്, പകരം ആരാ ഉള്ളത്, യുറാസിൽ ഈസ് പ്രസന്റ്.